സംസ്ഥാന സെക്രട്ടറി ചുമതല ഒഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ നിലയിൽ കേവലം ഒരു വാർത്ത മാത്രമായി മാറേണ്ട ഒരു പാർട്ടി തീരുമാനം മാത്രമാണ്. ഒരാൾ അസുഖബാധിതനാകുന്നു, ഈ ആധുനിക കാലത്ത് അത് ചികിത്സയ്ക്ക് വിധേയമാക്കും എന്ന കാര്യത്തിൽ ഒരു പ്രത്യേകതയുമില്ല. അസുഖത്തിന്റെയും ചികിത്സയുടെയും പ്രത്യേകത കൊണ്ട് ആ സമയത്ത് പാർട്ടി ചുമതലകൾ നിർവഹിക്കാനാവില്ല എന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. എന്നാൽ ഈ ഒരു കാര്യം നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായി പരിഹാസത്തിൽ മുക്കിയെടുത്ത് അധിക്ഷേപങ്ങൾ വാരിച്ചുരുങ്ങി മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ആക്രമണം സംഘടിപ്പിക്കാനാണ് പത്രദൃശ്യ മാധ്യമങ്ങളിൽ നല്ലൊരു പങ്കും സമയം കണ്ടെത്തിയത്. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒന്നും. ലോകത്തിൽ മറ്റാർക്കും അസുഖം വരില്ലേ? അസുഖം വന്നാൽ ആളുകൾ ചികിത്സിക്കില്ലേ? അങ്ങനെ ചികിത്സിക്കേണ്ടി വരുമ്പോൾ അവധിയിൽ പ്രവേശിക്കേണ്ടി വരില്ലേ? ഒരു ജനതയുടെ സാമാന്യ ബോധത്തെയും അവശ്യം വേണ്ട മനുഷ്യത്വത്തെയും വെല്ലുവിളിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മുടെ മാധ്യമങ്ങളിൽ നല്ലൊരു പങ്കും ഈ വിഷയത്തെ സമീപിച്ചത്. സഖാവ് കോടിയേരിയുടെ മകൻ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള കേസുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ആ വിഷയത്തിൽ അദ്ദേഹം പാർട്ടിയുടെ നിലപാട് മുൻപേ വ്യക്തമാക്കിയിട്ടുള്ളത്, അത് പലതവണ ആവർത്തിച്ചിട്ടുള്ളത്. മക്കൾ നേരിടുന്ന ആരോപണങ്ങൾക്കെല്ലാം നേതാക്കന്മാരായ രക്ഷിതാക്കൾ മറുപടി പറയണം എന്ന രീതി ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റു പല മക്കളുടെയും കാര്യത്തിൽ, അവരുടെ രക്ഷിതാക്കളുടെ കാര്യത്തിൽ ഈ ഒരു രീതി കേരളത്തിന് പരിചിതവുമല്ല. 108 ആംബുലൻസ് കുംഭകോണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ തന്നെ എന്ന് പറയാവുന്ന പാർലമെന്റേറിയനായ നേതാവിന്റെ മകൻ അദ്ദേഹത്തിന്റെ നേരെ ചോദ്യങ്ങൾ ഉയർന്നു. അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ മരവിപ്പിച്ചതായി തന്നെ വാർത്തകൾ വന്നു. പക്ഷേ മകന്റെ പേരിൽ ഒരു ചോദ്യത്തിനും മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാവായ പിതാവിലേക്ക് ഒരു മാധ്യമവും കൊണ്ടുപോയില്ല. ഇതൊറ്റപ്പെട്ടൊരു അനുഭവം മാത്രമല്ല. കേരളത്തിന്റെ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ മകൻ ഇപ്പോൾ 2 തവണ ചോദ്യം ചെയ്യലിന് വിധേയനായതായാണ് വാർത്ത. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുമായി, ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. പക്ഷെ പിതാവിനെ തേടി ഏതെങ്കിലും ഒരു മാധ്യമം പോയതായി അറിയില്ല. ഒരു ചോദ്യവും ഉയർന്നു വന്നിട്ടില്ല. മുസ്ലിം ലീഗിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ പാർലമെന്റേറിയനായ നേതാവ്, മലയാളി, അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ 10-200 കോടിയോളം രൂപയുടെ തട്ടിപ്പിന്റെ വാർത്തയും ഈ സമീപ നാളുകളിലാണ് പുറത്തു. പക്ഷെ ആ പിതാവിന് ഒരു ചോദ്യവും അഭിമുഖീകരിക്കേണ്ടതായി വന്നില്ല. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ. അമ്മയും മകനും ഇതേപോലെ തന്നെ PMLA ആക്ട് പ്രകാരമുള്ള കേസിൽ, നാഷണൽ ഹെറാൾഡ് കേസിൽ കോടതിയുടെ മുൻപിൽ പ്രതികളായി നിൽക്കുകയാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ മകനെ കുറിച്ച് അമ്മയോടോ അമ്മയെ കുറിച്ച് മകനോടോ ഏതെങ്കിലും മാധ്യമം ചോദിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അച്ഛനും മകനും ഒരുമിച്ച് ജയിലിൽ കിടന്നു. തമിഴ്നാട്ടിൽ മുൻ കേന്ദ്രമന്ത്രിയും അദ്ദേഹത്തിന്റെ മകനും, അവർക്കെല്ലാം രാഷ്ട്രീയമുള്ളവരാണ് മക്കൾ. പക്ഷെ അവിടെയും അത്തരത്തിലുള്ള ഉത്തരവാദിത്വം എവിടെയെങ്കിലും പരാമർശിക്കപ്പെട്ടതായി നമുക്കറിയില്ല. BJPയുടെ നേതാവ് മനേകാ ഗാന്ധിയുടെ മകൻ ഏതൊക്കെ കേസിലാണ് അകപ്പെട്ടതെന്നല്ല അവർക്ക് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ നിരന്തരമായി മാധ്യമങ്ങൾ ഉയർത്തിയതായി നമ്മുടെ മുൻപിലില്ല. അപ്പോ മക്കളുടെ പേരിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കോ കേസുകൾക്കോ മറുപടി പറയാനുള്ള ധാർമ്മികമോ മറ്റെന്തെങ്കിലുമോ ആയ ബാധ്യതകളെ ഉയർത്തി ഏതെങ്കിലും മാധ്യമങ്ങൾ രക്ഷിതാക്കളോട് ചോദ്യങ്ങൾ ഉന്നയിച്ചതായോ ഈ ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചതായോ നമ്മുടെ മുൻപിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ കോടിയേരിയുടെ കാര്യത്തിൽ അത് കൂടിയേ കഴിയൂ എന്നുമാണ്. അവിടെ അദ്ദേഹം തന്റെ നിലപാട് വിശദമാക്കുകയും ചെയ്തു.
വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം ഗുരുതരമായ ക്യാൻസർ ബാധിച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗവിമുക്തനായി എന്ന നിലയിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുകയും ചെയ്തു വരുന്നതിനിടയിലാണ് വീണ്ടും രോഗം പ്രത്യക്ഷപ്പെട്ടത്. അതിനെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം കീമോതെറാപ്പിക്ക് വിധേയനായി. അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് വാർത്ത എഴുതുന്നവർ, അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുന്നവർ കീമോതെറാപ്പിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിധേയരായിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. വളരെ കാഠിന്യമുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന കീമോതെറാപ്പിക്ക് വിധേയനാകുമ്പോൾ പലപ്പോഴും സാധാരണഗതിയിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ കഴിയാതെ വരും. പൂർണ്ണമായ വിശ്രമം ആവശ്യമായി വരും. തിരഞ്ഞെടുപ്പ് പോലൊരു ഘട്ടത്തിൽ CPIM-ന്റെ സെക്രട്ടറിയായി ചുമതല നിർവഹിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന അത്തരം സന്ദർഭത്തിൽ മറ്റൊരു സഖാവിനെ ആ ചുമതല ഏൽപ്പിക്കുന്നതിൽ പരിഹസിക്കുന്നവരുടെ മാനസികാവസ്ഥ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല. അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെയും ആശയത്തിന്റെയും നിലപാടിന്റെയും പ്രശ്നമാണ്. അതിന്റെ മനുഷ്യത്വ രാഹിത്യമാണ്. ഇപ്പോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം എത്ര കാലമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. ആരാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് ചോദ്യം ചോദിക്കാൻ ഒരിക്കലും നാവ് പൊന്തിയിട്ടില്ലാത്തവർ ഇപ്പൊ ചുമതല മാറ്റിയതിനെ പരിഹസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആങ്കർ അഭിപ്രായപ്പെട്ടത് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ഏത്? നൂറ്റാണ്ടിനും മേൽ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദം എടുക്കാൻ ആളില്ലാതെ നിരാശാഭരിതവും അതുപോലെ തമ്മിൽ തല്ലിൻ്റെതുമൊക്കെയായ അന്തരീക്ഷത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന അപഹാസ്യമായ രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അഭിപ്രായം. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കുറെ കാലം ആളില്ലാതെ കണ്ടു. അന്നും അത് ഏതാവ് വരെ ചർച്ച ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുന്നു, മനുഷ്യത്വ രാഹിത്യം കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുമ്പോൾ വലതുപക്ഷത്തിന്റെ മുഖമുദ്രയാണ്. ഇന്നത് വലതുപക്ഷത്തിന്റെ മാത്രമല്ല, വലതുപക്ഷ താല്പര്യങ്ങളുടെ പ്രചാരകരായ മാധ്യമങ്ങളുടെയും മുഖമുദ്രയായി മാറും എന്നത് വളരെ നിർഭാഗ്യകരമാണ്. മഹാനായ AKG മരണാസന്നനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ആ മെഡിക്കൽ കോളേജിന്റെ മുന്നിലൂടെ കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തടോ ഗോപാല എന്ന് മുദ്രാവാക്യം വിളിച്ച് യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്തിയത് ചരിത്രത്തിലുണ്ട്. ഇന്ന് നമുക്കത് അവിശ്വസനീയമായി തോന്നാം. മരണാസന്നനായിരിക്കുന്ന AKGയോട് കാണിക്കാത്ത മര്യാദ ചികിത്സയ്ക്ക് പോകുന്ന കോടിയേരിയോട് കാണിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാനും കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേട്ടാൽ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുന്ന ഒരു കാലം കേരളത്തിലുണ്ടായി. ലോകത്തിൽ എവിടെയുമുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്യൽ മൃതമായി സ്വീകരിച്ച രാഷ്ട്രീയം, ആ ആശയം, ആ മാനസികാവസ്ഥ കൈമോശം വന്നു പോകാതെ സൂക്ഷിക്കുന്നവർ നമ്മുടെ ഈ കാലത്ത്. ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസമാണ് സർദാർ ഗോപാലകൃഷ്ണനെ മൃഗീയമായി കൊല്ലുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ 16-ാം നാളാണ് ജാലിയൻ വാലാബാഗിനെ അനുസ്മരിപ്പിക്കും വിധം സേലം സെൻട്രൽ ജയിലിൽ 22 സഖാക്കളെ വെടിവെച്ചു കൊന്നു. കർഷക പ്രക്ഷോഭത്തിൽ അണിനിരന്നു. അന്ന് ജയിൽ വകുപ്പിന്റെ കൂടി ചുമതല നിർവഹിച്ചിരുന്ന കോഴിപ്പുറത്ത് മാധവമേനോന്റെ അറിവും സമ്മതവും പ്രേരണയും മൂലം നടന്ന കൂട്ടക്കൊലയായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ ജയിലിലടച്ച് അവിടെ ഇട്ട് വെടിവെച്ചു കൊന്ന അനുഭവമാണ് നമ്മുടെ രാജ്യത്ത്. ആ മനുഷ്യത്വ രാഹിത്യത്തെ കുറിച്ച് ഒരു മാധ്യമവും ചർച്ച ചെയ്യില്ല. നിലയ്ക്കാതെ ചാലിട്ടൊടുക്കിയ കമ്മ്യൂണിസ്റ്റുകാരുടെ ചോരയെ കുറിച്ച് ആരും ആകുലപ്പെടുകയുമില്ല. ജീവന്റെ അവസാനത്തെ ചലനവും നിലയ്ക്കും വരെ വേട്ടയാടാൻ നിയോഗിക്കപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന പൊതുബോധത്താൽ നയിക്കപ്പെടുന്ന മനുഷ്യവിരുദ്ധതയുടെ നിലപാടുകാർ വീണ്ടും വീണ്ടും ആക്രോശിച്ചുകൊണ്ടേയിരിക്കും. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ. ഈ സന്ദർഭത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഹിന്ദു പത്രം അവരുടെ ഹെഡിങ് കോടിയേരി ഗോസ് ഓൺ ഇൻഡെഫിനിറ്റ് മെഡിക്കൽ ലീവ് എന്നായി.
ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പ്രതിപക്ഷത്തിന് ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം കൊടുക്കാം. പക്ഷെ അത് പത്രത്തിന്റെ ആരോപണമായി വരുന്നത് എങ്ങനെയാണ്? അത് പത്രത്തിന്റെ ചാനലിന്റെ പരിഹാസമായി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? വസ്തുതയായി റിപ്പോർട്ട് ചെയ്യുകയും പ്രതിപക്ഷാഭിപ്രായങ്ങളോ അത് സംബന്ധിച്ചുള്ള ആരോപണങ്ങളോ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് മാധ്യമം ഒരു മാധ്യമമായി നിലനിൽക്കും. മറിച്ച് പ്രതിപക്ഷത്തിന്റെ പ്രചരണ നോട്ടീസായി സ്വയം മാറാൻ തീരുമാനിച്ചാൽ ഈ മാനദണ്ഡങ്ങൾ ആർക്കും ബാധകമാവുകയില്ല. ഈ സമീപ ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിവാദം അതിന്റെ പിന്നിലും വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടയാണ്. വിവാദങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ചിന്താരഹിതരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് ഇക്കൂട്ടർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നൈമിഷികമായ ക്ഷണികമായ വിവാദങ്ങൾ, മണിക്കൂറുകൾ മാത്രം ആയുസുള്ള വിവാദം. പക്ഷെ ഒരു ദിവസം വിവാദത്തിന്റെ ചെലവിൽ കടന്നു കിട്ടണം എന്നാഗ്രഹിക്കുന്നവരിൽ നിന്ന് ഒരു നീതിയും നന്മയും പ്രതീക്ഷിക്കാനാവില്ല. എത്രയോ വിവാദങ്ങൾ സമീപകാലത്ത് ഉയർന്നു. തോക്കുകൾ കാണാനില്ല എന്നായിരുന്നു 4 നാൾ ചർച്ച കേരളം. ആ ചർച്ച ചെയ്തവർ ഇപ്പോഴെവിടെയാണ്? ആ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം ഇപ്പോഴെവിടെ നിൽക്കും? ഏത് തോക്കാണ് കാണാനുള്ളത്? മുഖ്യമന്ത്രിയുടെ വ്യാജ ഒപ്പ് തലയ്ക്ക് വെളിവില്ലാത്തവർ ഉയർത്തുന്ന ജൽപ്പനങ്ങൾ പോലും കേരളത്തിൽ ചർച്ചാ വിഷയങ്ങളായി മാറുന്നു. ജൽപ്പനങ്ങൾ നടത്തുന്നവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് പോലും ആകുലതയില്ലാതെ അത് ഇടതുപക്ഷത്തിനെതിരെ ആക്രമിക്കാനുള്ള ആയുധമാക്കി മാറ്റുക ലജ്ജാകരമായ പരിഹാസ്യമായ ഇടതുവിരുദ്ധതയ്ക്ക് പിന്നെയും നാം സാക്ഷ്യം വഹിക്കേണ്ടതായിരുന്നു. ഫയലുകൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചു എന്നായിരുന്നു മറ്റൊരു വിവാദം. ആ വിവാദത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ഒരു വലിയ അഗ്നിബാധയുടെ ചിത്രമാണ് കൊടുത്തത്. ഇങ്ങനെയെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായി നമ്മുടെ മാധ്യമങ്ങളിൽ ചിലർ മാറുന്നു എന്നത് നാം കാണാതിരുന്നുകൂടാ. എന്തുകൊണ്ടാണ് ഈ വിവാദങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്നത്? മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയവും. അതിന്റെ പിന്നിലുള്ളത് വളരെ കൃത്യവും പ്രകടവുമായ രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെയാണ്. കേരളത്തിൽ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് വരണമെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം നേരായ മാർഗത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സാധിക്കില്ല എന്നവർ തിരിച്ചറിഞ്ഞു. ഒരു ടെലിവിഷൻ ചാനൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാതെ പറഞ്ഞു, ഇതൊന്നും കാര്യമാക്കണ്ട, ഇനി ഒരു പ്രളയം വരും, അത് കഴിഞ്ഞാൽ ഒരു വരൾച്ച, നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്ന പ്രളയവും വരൾച്ചയും ഭരണപരാജയം ആരോപിച്ച് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴി തെളിച്ചു തരും എന്നാണ് അദ്ദേഹം ആശിച്ചത്, പ്രതീക്ഷിച്ചത്. ഇക്കാലത്ത് മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും അവശേഷിച്ചിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ പറയാനാണ്. വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല, അത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഹൃദയശൂന്യതയാണ്. ആയിരങ്ങളുടെ മൃതശരീരങ്ങൾ കുമിഞ്ഞുകൂടുന്ന തെരുവുകളാണ് അവർ സ്വപ്നം കാണുന്നത്. മനുഷ്യ ശവശരീരങ്ങൾക്കിടയിലൂടെ അധികാരത്തിലേക്ക് ഒരു പാത തെളിയിക്കാനാകുമോ എന്നാണ് അവർ പരിശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവ് ഇത്തരം ഒരു അഭിപ്രായം നടത്തിയാൽ കേരളത്തിൽ പിന്നെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പരസ്യമായി പറഞ്ഞാൽ ആ ഹൃദയശൂന്യതയെ, മനുഷ്യവിരുദ്ധതയെ, ആ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടും ക്രൂരതയെ, അധികാര ആസക്തിയെ കടുപ്പമുള്ളൊരു വാക്കുകൊണ്ട് പോലും ചോദ്യം ചെയ്യാൻ ത്രാണിയുള്ള മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലില്ല. അവർ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പാദങ്ങളിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ പതാക അടിയറ വെച്ചിരിക്കുകയാണ്. അവർ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ പ്രളയത്തിലും അതുപോലെ വരൾച്ചയിലും പ്രതീക്ഷയർപ്പിക്കേണ്ടി വരുന്ന കഴുകന്റെ മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയത് എങ്ങനെയാണ്? അതേ ഇനി രക്ഷയുള്ളൂ എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? ഈ 4.5 കൊല്ലം കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ശരിയായി ചർച്ച ചെയ്താൽ ജനം പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത്
ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ്. എന്തെല്ലാം ഈ കാലത്ത് കേരളത്തിന്റെ മുഖഛായ മാറ്റും വിധം മനുഷ്യ ജീവിതത്തിൽ അനുഭവേദ്യമായി മാറി. 35 ലക്ഷം പേരായിരുന്നു മുൻപ് ക്ഷേമ പെൻഷൻ അർഹരായിട്ടുള്ളത്. പക്ഷെ കൊടുത്തിരുന്നില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദം ഒഴിയുമ്പോൾ 2 കൊല്ലത്തോളം ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിരുന്നു. ആയുസ്സിൽ ഇനി ക്ഷേമ പെൻഷൻ കിട്ടില്ല എന്ന് ഉറപ്പിച്ചവരായിരുന്നു കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ. 1638 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ബാധ്യത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുത്തു തീർത്തത് LDF ഗവൺമെന്റാണ്. അത് പത്രത്താളുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ഒരു പത്രവും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. UDF ഗവൺമെന്റ് കേരളത്തിലെ ദുർബലരെ പറ്റിച്ച, അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ കൊടുക്കാതെ പിടിച്ചുവെച്ച 1638 കോടി രൂപ വിതരണം ചെയ്തത് ഈ ഗവൺമെന്റാണ്. അന്ന് 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഇന്ന് 1400 വർദ്ധിപ്പിച്ചു. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മാറ്റമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇനിയും തോന്നിയിട്ടില്ല. 35 ലക്ഷം പേരായിരുന്നു പെൻഷന്റെ ഗുണഭോക്താക്കളെങ്കിൽ ഇന്നത് 55 ലക്ഷം പേരാണ്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് 20 ലക്ഷത്തിലധികം പേരെ ക്ഷേമ പെൻഷന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു. 600 1400. ഇന്ന് കേരളത്തിലെ 55 ലക്ഷം മനുഷ്യർ മാസം 1400 രൂപ ഈ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുകയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയാണോ? ഒരു മാറ്റമാണോ? ഒരു പരിഷ്കാരമാണോ? അതിന് മറുപടി പറയേണ്ടത് സത്വാന്വേഷകരെന്ന് മേനി നടിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ. അതുമാത്രമല്ല, കോവിഡ് പ്രതിസന്ധിയുടെ മുൻപിൽ ലോകം സ്തംഭിച്ചു നിൽക്കും. തൊഴിൽ മേഖലകൾ തകരുമ്പോൾ, തൊഴിലില്ലാതെയാകും, നിസ്സഹായരായ മനുഷ്യർ പട്ടിണിയിലേക്ക് വഴുതി വീഴും. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഒരു കുടുംബവും പട്ടിണി കിടക്കരുത് എന്ന മനുഷ്യസ്നേഹ പ്രചോദിതമായ മനസ്സോടെ എല്ലാ മാസവും ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. കേരളത്തിലെ 90 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിലേക്ക് സർക്കാർ എല്ലാ മാസവും സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കും. ഇന്ത്യയിൽ മറ്റെവിടെയാണിതുള്ളത്? ഇതിനേക്കാൾ വലിയ ഒരു സർക്കാർ നടത്തേണ്ട ജനക്ഷേമ പ്രവർത്തനം മറ്റൊന്ന്. ഞാൻ ഓരോരോ മേഖലകളെ വിശദീകരിക്കുന്നില്ല. വന്ന മാറ്റം പ്രഥമ ദൃഷ്ടിയാൽ മനുഷ്യരുടെ കണ്ണിൽ തടയുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം. സ്കൂളുകളെല്ലാം മാറി. എല്ലാ ക്ലാസ് മുറികളും ഹൈടെക്കായി. ഏതൊരാൾക്കും തന്റെ മകളെ കണ്ണടച്ച് സർക്കാർ സ്കൂളിൽ ചേർക്കാൻ കഴിയും എന്ന സ്ഥിതി വന്നു. ക്ലാസ് മുറികളെല്ലാം ഹൈടെക് ആവുന്നു. പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാവുന്നു. 1000 കുട്ടികളിൽ കൂടുതൽ പഠിക്കുന്ന എല്ലാ സ്കൂളുകളും 3 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 500 കുട്ടികളിൽ കൂടുതലുള്ള എല്ലാ സ്കൂളുകളും 1 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. എല്ലാ ക്ലാസ് മുറികളിലും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും പ്രൊജക്ടറും ഡിജിറ്റൽ സ്ക്രീനും എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളും കടന്നു. കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം ഫാമിലി ഹെൽത്ത് സെന്ററുകളായി മാറി. ബോർഡ് മാറ്റിവെക്കുകയല്ല ചെയ്തത്. ആരും തിരിഞ്ഞു നോക്കാത്ത പഴയ PHC FHC ആയി മാറിയ ദിവസം ചുരുങ്ങിയത് 3 ഡോക്ടർമാർ. നമ്മുടെ നാട്ടിൻ പുറത്തെ വീടിന്റെ തൊട്ടു മുന്നിലുള്ള പഴയ PHCയിൽ ഇപ്പോ 3 ഡോക്ടർമാരുണ്ട്. ദിവസം മുഴുവൻ OPയും ആവശ്യത്തിന് മരുന്നുണ്ട്. ആശുപത്രികളുടെ മുഖച്ഛായ മാറും. അസുഖബാധിതനെ അവന്റെ വിധിക്ക് വിടുകയല്ല, ചികിത്സ തേടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവസരം കേരളത്തിലെ ഗവൺമെന്റ് നൽകി. ഗെയിൽ പോലെ, ദേശീയപാത വികസനം പോലെ, കൊച്ചി ഇടമൺ പവർ ഹൈവേ പോലെ വൻകിട പദ്ധതികൾ, സ്വപ്ന പദ്ധതികൾ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ കേരളത്തിൽ യാഥാർത്ഥ്യമായി മാറും. ലോകം വിസ്മയിച്ചു നിൽക്കുകയാണ് ഈ മാറ്റങ്ങളുടെ മുന്നിൽ. ഓരോ മേഖലയിലും എണ്ണിപ്പറഞ്ഞാൽ ഏറെ സമയമെടുക്കേണ്ട ഇത്തരത്തിൽ ഒരുപാട് വർത്തമാനകാല അനുഭവങ്ങൾ മലയാളിയുടെ മുന്നിൽ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഈ കേരളം ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ സംസ്ഥാനമായി പ്രഖ്യാപിക്കണം. മുഴുവൻ വീടുകൾക്കും വൈദ്യുതി ഇന്ത്യയിൽ മറ്റെവിടെയും. സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കണം. അംഗീകാരങ്ങളുടെ, നേട്ടങ്ങളുടെ, മുന്നേറ്റത്തിന്റെ നിറവിൽ ഈ കേരളം നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ
ഈ നേട്ടങ്ങൾ അറിയാതെ പോകണമെങ്കിൽ, ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകണമെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാവും, ഉള്ളുപൊള്ളയായ ബഹളങ്ങൾ ഉണ്ടാവും. ബഹളങ്ങളുടെ ചെലവിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ രക്ഷിച്ചെടുക്കാം എന്നാണ് ചിലർ കരുതുന്നത്. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട എന്തെന്തു വിഷയങ്ങളാണ് കടന്നുപോകുന്നത്. ദേശീയ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു എന്നത് മാത്രമല്ല, കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ചത് DTD എന്നായിരുന്നു. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ, അതുപോലെയുള്ള കേന്ദ്ര ഏജൻസികളെ NIA ഒക്കെ കോൺഗ്രസ് ദേശീയ നേതൃത്വം വിശേഷിപ്പിച്ചത് DTD എന്നാണ്, ഡയറക്ടറി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യ മുഴുവൻ സമരത്തിലാണ്. പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരാണ് എന്നതുകൊണ്ട് BJPയുടെ പതാക കയ്യിലേന്തുന്ന കാഴ്ചയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നാം കാണുന്നത്. കോൺഗ്രസും BJPയും ഒരേ പതാക ഉയർത്തിപ്പിടിക്കും. അവരോടൊപ്പം കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ കക്ഷി ചേരുകയാണ്, ഒത്തുചേരുകയാണ്. എന്നാൽ ഇത് നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കും? അന്വേഷണ ഏജൻസികളെ പോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളും രാഷ്ട്രീയവൽക്കരിക്കണം. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രാണനെടുക്കാൻ നിയോഗിക്കപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവരായി ഭരണഘടനാ സ്ഥാപനങ്ങൾ മാറും. C&AG, ഇന്ത്യൻ ജുഡീഷ്യറിക്ക് വരുന്ന മാറ്റം, C&AGക്ക് വന്നിട്ടുള്ള മാറ്റം ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, കാണുന്നു. വാർത്താ സമ്മേളനം നടത്തുന്ന CAG, പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് വർഷമാകുമ്പോൾ BJP ഓഫീസിൽ നിന്നെന്ന പോലെ CAG റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ ഫെഡറലിസത്തെ തകർക്കുന്നു, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ താല്പര്യത്തോടെ ഉപയോഗിക്കുന്നതിനെ തുറന്നു കാണിക്കാനുള്ള നട്ടല് മാധ്യമങ്ങൾക്ക് എവിടെയാണ് കൈമോശം വന്നുപോയത്? ഇന്ത്യൻ ജുഡീഷ്യറിക്ക് വരുന്ന മാറ്റത്തെ അർണാബ് ഗോസ്വാമിക്ക് റെക്കോർഡ് വേഗതയിൽ ജാമ്യം അനുവദിക്കപ്പെടും, കണ്ണടച്ചു തുറക്കുന്ന വേഗത. വയോവൃദ്ധനായ പാർക്കിൻസൺസ് രോഗം മൂലം ദുരിതം അനുഭവിക്കുന്ന, ഒരു ഗ്ലാസ് വെള്ളം ചുണ്ടോടടിപ്പിക്കാൻ കഴിയാത്ത അത്യന്തം പരിതാപകരമായ അവസ്ഥയിൽ ജയിലിൽ കിടക്കുന്ന സ്റ്റാൻ സ്വാമി തനിക്ക് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ അനുവദിക്കണമെന്ന് ഇന്ത്യൻ നീതിപീഠത്തിന്റെ മുൻപാകെ മുട്ടുകാലിൽ നിന്ന് കേഴുകയാണ്. ആ വിലാപം കേൾക്കാൻ കാതില്ലാതെ പോകുന്നത് എന്തേ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് എന്ന് ചോദിക്കാൻ എന്താ സാധിക്കാതെ പോകുന്നത്? നൂറുകണക്കിന് വരുന്ന അന്യായ തടങ്കലിന്മേലുള്ള ജാമ്യാപേക്ഷകൾ സുപ്രീം കോടതിയുടെ വരാന്തയിൽ പോലും അഭയം കിട്ടാതെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പരിധിക്ക് പുറത്ത് ഉഴറുമ്പോ എങ്ങനെയാണ് അത്ഭുതകരമായ വേഗതയിൽ ഇഷ്ടക്കാർ ജാമ്യം നേടി പുറത്തു വരുന്നത്? ബാബറി കേസിലെ വിധിന്യായം ഉൾപ്പെടെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായ ചർച്ച സംഘടിപ്പിക്കാൻ ഈ രാഷ്ട്രം എങ്ങോട്ട് പോകുന്നു എന്ന് ആശങ്ക പ്രകടിപ്പിക്കാനെങ്കിലും സാധിക്കാതെ പോകുന്നതിന് നമ്മുടെ മാധ്യമങ്ങൾ ഈ കാലഘട്ടത്തിൽ നിർവഹിക്കപ്പെടുന്ന ദൗത്യത്തെക്കുറിച്ച്, ആ ദൗത്യത്തിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയർന്നു. നമ്മുടെ നാട് കോവിഡ് ഭീഷണിയെ നേരിടുന്ന ഘട്ടത്തിൽ, ഇത്തരത്തിലുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ രാജ്യം കടന്നുപോകുന്ന ഘട്ടത്തിൽ എത്ര ഞെട്ടിക്കുന്ന അഴിമതികൾ ഉയർന്നു വരുന്നു. ഓഫ്സെറ്റ് അഴിമതി, അങ്ങനെ ഒരു അഴിമതി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട്? മലയാളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം അർഹിക്കുന്ന ഗൗരവത്തോടെ ചർച്ച ചെയ്തിട്ടുണ്ട്? വൈകുന്നേരങ്ങളിൽ സ്വന്തം നിലയിൽ കോടതി സ്ഥാപിച്ച് വിചാരണ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാധ്യമ കോടതിയുടെ വിചാരണയ്ക്ക് പോയിട്ട് പരിശോധനയ്ക്ക് ഓഫ്സെറ്റ് അഴിമതി വിധേയമായിട്ടുണ്ട്? അങ്ങനെ ഒരു വാക്കുപോലും ഒരു സാധാരണ മലയാളിക്ക് അപരിചിതമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. വൻതോതിലുള്ള പ്രതിരോധ ഇടപാടുകൾ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന പ്രതിരോധ ഇടപാടുകളിലാണ്, ആയുധ ഇടപാടുകൾ. ആ ആയുധ ഇടപാടുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ഒരു പരിധിവരെയും സംരക്ഷിക്കാൻ സഹായകമായിരുന്നതാണ് ഓഫ്സെറ്റ് വ്യവസ്ഥ. ഈ കഴിഞ്ഞ നാളുകളിൽ ആ ഓഫ്സെറ്റ് വ്യവസ്ഥ എടുത്തു കളഞ്ഞു. അതുവഴി
വൈദേശിക ആയുധ സംഘടനകൾക്ക്, ആയുധ സംഘങ്ങൾക്ക്, ആയുധ വ്യവസായികൾക്ക് കോടാനുകോടിയുടെ ലാഭമാണ്. ആ ലാഭത്തിന്റെ വിഹിതം എവിടേക്കൊക്കെയാണ് പോകുന്നത്? നമ്മുടെ രാജ്യം ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട, ഒരർത്ഥത്തിൽ രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്നു. ഓഫ്സെറ്റ് അഴിമതി ഇന്നും മലയാളികൾക്ക് അപരിചിതമെങ്കിലും വളരെ ബോധപൂർവം മറച്ചു വെക്കേണ്ടതിനെയെല്ലാം മറച്ചു വെക്കാൻ, സംഘപരിവാർ രാഷ്ട്രീയത്തെ സംരക്ഷിക്കേണ്ട നിലയിൽ തന്നെ സംരക്ഷിച്ചു നിർത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ ബദ്ധശ്രദ്ധരാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ രക്തം സത്യാനന്തരത്തിൽ കൂടുതൽ ദീർഘമായി കടന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യത്വരാഹിത്യം വർത്തമാനകാല ഇടതുപക്ഷ വിരുദ്ധതയുടെ മുഖമുദ്രയായി മാറുന്ന ഈ കാലത്ത് ഏത് ഹീനമായ പാതയിലൂടെ സഞ്ചരിച്ചാലും ഇടതുപക്ഷത്തെ പരിക്കേൽപ്പിക്കണം എന്ന വലതുപക്ഷ ആഗ്രഹത്തിന്റെ ഒപ്പം, അവരോടൊപ്പം ചേർന്നു നിൽക്കാൻ മാധ്യമങ്ങളും മടി കാണിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ഈ നീതികേടിനെ, ഈ മനുഷ്യവിരുദ്ധതയെ, ഈ അധാർമികതയെ, ഈ വിഷം പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന ശൈലിയെ തുറന്നു കാണിക്കേണ്ടതുണ്ട്, എതിർക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.